ഇന്നത്തെ നമ്മുടെ റെസിപ്പിയാണ് ഇൻസ്റ്റൻറ്റ് നാരങ്ങ അച്ചാർ. വെറും 1 മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ നാരങ്ങയുടെ അച്ചാർ ഉണ്ടാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇത് ഫ്രിഡ്ജിൽ ഏകദേശം ഒരു 2-3 ആഴ്ച കേടുകൂടാതെ സൂക്ഷിക്കാനും പറ്റും. അപ്പോൾ റെസിപ്പിയിലോട്ടേക്ക് നമുക്ക് കടക്കാം. നാരങ്ങ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 8 നാരങ്ങ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകിയിട്ട് വെള്ളം മുങ്ങത്തക്ക രീതിയിൽ കുക്കറിലോട്ടേക്ക് ഒഴിച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതിന് കയ്പ്പ് മാറാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഉപ്പിട്ടിട്ട് മീഡിയം ഫ്ലെയിമിൽ അടച്ചിട്ട് 3 വിസിലാവുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കണം. 3 വിസിലായി കഴിഞ്ഞതിന് ശേഷം തീ ഓഫ് ചെയ്തിട്ട് അപ്പോൾ തന്നെ നിങ്ങൾ പ്രഷർ കളയണം. പ്രഷർ കളഞ്ഞിട്ട് മൂടി തുറന്നിട്ട് നമുക്കത് മാറ്റി വയ്ക്കണം. അപ്പോൾ 3 വിസിൽ കഴിഞ്ഞതിന് ശേഷം ഞാൻ പ്രഷർ മാറ്റി കളഞ്ഞിട്ടുള്ള നാരങ്ങയുടെ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒരു ടവൽ കൊണ്ട് ഒന്ന് തുടയ്ക്കാം, പുറമേയുള്ള വെള്ളത്തിൻ്റെ അംശമൊക്കെ കളയാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്കത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് 4 കഷ്ണങ്ങളാക്കിയിട്ട് മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായിട്ട് അച്ചാറിൻ്റെ പൊടിയാണ്. അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂണ് ഉലുവ, ചെറിയൊരു കഷ്ണം കായം, അതുപോലെ തന്നെ 2 നുള്ള് ജീരകം നന്നായിട്ട് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വറുത്തിട്ട് പൊടിച്ചിട്ട് മാറ്റി വയ്ക്കണം. ഇനി നമുക്ക് വേണ്ടത് ഈന്തപ്പഴമാണ്. ഈന്തപ്പഴം ഞാൻ 6 എടുത്തിട്ടുണ്ട്. അത് അല്പം വിനാഗിരിയിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട് 10 മിനിറ്റ് നേരത്തേക്ക്. ഈ 6 നമ്മൾ 4 എടുത്തിട്ട് മിക്സിയിൽ നന്നായിട്ട് അല്പം വിനാഗിരി ഒഴിച്ചിട്ട് പേസ്റ്റാക്കി എടുക്കണം. ബാക്കി 2 കഷ്ണം ചെറുതായിട്ട് മുറിച്ചിട്ട് നമുക്കത് മാറ്റി വയ്ക്കാം. ഇത് തികച്ചും ഓപ്ഷണലാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതിയാവും. നമുക്ക് നാരങ്ങ വെച്ചിട്ട് മാത്രം തന്നെ ഈ അച്ചാർ ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ ഞാനിവിടെ പേസ്റ്റ് ആക്കിയിട്ടുണ്ട് 4 ഈത്തപ്പഴം. നമുക്കവിടെ മാറ്റി വയ്ക്കാം. അതുപോലെ കുരു ഇല്ലാതെയാണ് നമുക്ക് പേസ്റ്റ് ആക്കേണ്ടതൊക്കെ, അപ്പോൾ കുരു മാറ്റി വയ്ക്കാം. ഇത് നമ്മുടെ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള നാരങ്ങയായിരുന്നു. നാരങ്ങ ഞാനിവിടെ 8 കഷ്ണം, ഒരു നാരങ്ങ ഞാനിവിടെ 8 കഷ്ണമാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഞാനതിൽ 2 ടേബിൾ സ്പൂണ് നല്ലെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലെണ്ണ നിങ്ങളുടെ വീട്ടിലില്ലെങ്കിൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണയും യൂസ് ചെയ്യാം. ഇനി അതിലേക്ക് അത് ചൂടായിട്ട് വരുമ്പോൾ 1 ടീസ്പൂൺ കടുകും അതുപോലെ തന്നെ ഒരു കൈപ്പിടിയിൽ കറിവേപ്പില ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുള്ള ഉലുവയും ജീരകവും കായവും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. നിങ്ങളുടെ വീട്ടിൽ കായത്തിൻ്റെ കഷ്ണം ഇല്ലെങ്കിൽ നമുക്ക് കായപ്പൊടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. കായപ്പൊടി ആണെങ്കിൽ ഒരു 1/2 ടീസ്പൂണ് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂണ് കശ്മീരി റെഡ് ചില്ലി പൗഡറും അതുപോലെ തന്നെ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ഒരു 3 സെക്കൻഡ് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മൾ വേവിച്ചിട്ടുള്ള ചെറുനാരങ്ങ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടിത് മിക്സ് ചെയ്യാം. ഇനി അതിലേക്ക് നേരത്തെ പേസ്റ്റ് ആക്കിയിട്ടുള്ള നമ്മുടെ ഈത്തപ്പഴത്തിൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് യോജിപ്പിക്കണം. വീട്ടിൽ കശ്മീരി റെഡ് ചില്ലി പൗഡർ ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ മുളക് പൊടി നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാനിവിടെ 2 ഈത്തപ്പഴം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ വീട്ടിൽ ഇതുണ്ടെങ്കിൽ മാത്രം ഈത്തപ്പഴം ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. അത് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഞാനിവിടെ 1/2 ടീസ്പൂണാണ് ഉപ്പാണ് ചേർത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂണ് പഞ്ചസാര കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് പഞ്ചസാര അലിയുന്നത് വരെ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതൊക്കെ നമ്മൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് ഇപ്പോൾ ഏകദേശം നന്നായിട്ട് യോജിച്ചിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തതിന് ശേഷം ഒരു അച്ചാറിന് നിങ്ങളുടെ പ്രിഫറൻസിനനുസരിച്ചിട്ട് നിങ്ങളുടെ അച്ചാറിന് എത്ര തിക്നെസ് ആണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് വിനാഗിരി കൂട്ടോ കുറയ്ക്കുകയോ ചെയ്യാം. അതിനനുസരിച്ചിട്ട് ഉപ്പ് നിങ്ങളൊന്ന് ബാലൻസ് ചെയ്താൽ മതിയാവും. അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ വീട്ടിൽ നല്ല അടിപൊളി അച്ചാർ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എത്ര പെട്ടെന്ന് നമ്മൾ അച്ചാർ ഉണ്ടാക്കി കഴിഞ്ഞത്. ഇങ്ങനത്തെ പുതിയ നല്ല റെസിപ്പീസുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക്